ഫേസിൽ പിമ്പിൾസ് മാറാൻ എന്താ വഴി? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഫേസിൽ ചെയ്യുന്നുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കുക. ഏത് പുതിയ പ്രോഡക്റ്റ്സ് ഫേസിൽ യൂസ് ചെയ്താലും ഫസ്റ്റ് പിമ്പിൾസോ എന്താ പറയുക ആക്നിയോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വരും. അതിന് ചെയ്യേണ്ടത് നോർമലി എന്താണ് നമ്മളെ ഇഷ്യൂ എന്ന് മനസ്സിലാക്കി ആദ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഒത്തിരി ഫേസിൽ എന്താണ് പ്രോബ്ലം? പിമ്പിൾസ് ആണോ, ആക്നി ആണോ, ഡാർക്ക് സ്പോട്ട് ആണോ, ഏതാണുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് ചെയ്തതിന് ശേഷം വേണം ട്രീറ്റ്മെൻറ്റ്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തരുത്, ഓരോ കാര്യമായിട്ട് മാറ്റണം. ലൈക്ക് നോർമലി നമ്മുടെ പിമ്പിൾസും ആക്നിയും മാറാൻ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, വീട്ടിൽ വേപ്പില ഉണ്ടാവും. വേപ്പില ഉണ്ടെങ്കിൽ വേപ്പില പൗഡർ ഒന്നും പറയണ്ട, വേപ്പില എടുക്കുക, തിളപ്പിക്കുക. ഒരു 7-8 ഇതിൽ വേപ്പില എടുക്കുക, നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച് തണുത്ത വെള്ളമിട്ട് രാവിലെ ഫേസ് വാഷ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഡെയിലി റുട്ടീനാക്കി മാറ്റി നോക്കി. നിങ്ങളുടെ ഫേസിലെ പിമ്പിൾസ് വരാതെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന ബെസ്റ്റ് ടിപ്പ് ഇത് തന്നെയാണ്, വേറൊന്നുമല്ല. അപ്പോൾ പിമ്പിൾസ് വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. പിന്നെ വരുന്നത് എന്താ പറയുക, പിമ്പിൾസ് ഒത്തിരി ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപോലെ ചെയ്യുക. നാച്ചുറലായിട്ട് ഒരു പരിധിയുള്ള പിമ്പിൾസ് നമുക്ക് മാറ്റാൻ പറ്റുന്ന ബെസ്റ്റ് ടിപ്പും സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ വേപ്പില തന്നെയാണ്. വേപ്പിലയ്ക്ക് ഒത്തിരി എഫക്റ്റ് ഉണ്ട്. വേപ്പില പൗഡറാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക്, വേപ്പില കിട്ടായില്ലെങ്കിൽ പൗഡർ വാങ്ങിക്കുക. അത് കുറച്ച് വെള്ളത്തിലിട്ട്, കുറച്ച് പൊടിയെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നിങ്ങൾക്ക് ഫേസിൽ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ വേണോ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസിലെ പിമ്പിൾസ് മാറാൻ ബെസ്റ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഇത് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് വേണം വേറെ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് അറിയാൻ നല്ല ബെസ്റ്റ് സ്കിൻ കെയർ റുട്ടീൻ.